ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. എന്താണ് ഇന്നത്തെ പ്രത്യേകത അല്ലെ? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ യോഗാ ദിനം എന്നൊരു പറഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്? നമ്മൾ ആദ്യം തൊട്ടേ പണ്ട് വർഷം മുതൽ തന്നെ ഇങ്ങനെ ഒരു യോഗാ ദിനം ആഘോഷിക്കാറുണ്ടോ? ഇല്ല. 2015 ജൂൺ 21 മുതലാണ് നമ്മൾ യോഗാ ദിനം ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങിയത്. എന്തിനായിരിക്കും മിസ്സേ നമ്മൾ ഈ ഒരു യോഗാ ദിനം ആഘോഷിക്കുന്നത്? മെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആരോഗ്യത്തോടെയും അതുകൂടാതെ നമ്മുടെ മനസ്സിനെയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗ ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിൽ കുറെ മക്കൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന മക്കൾ കുറെ പേര് യോഗ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് യോഗ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ദിവസത്തിന് നമ്മൾ അത്രത്തോളം പ്രാധാന്യം കണ്ടുകൊണ്ട് ഈ ഒരു ദിവസം എല്ലാവരും അറിയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ശരീരം എപ്പോഴും ഹെൽത്തി ആക്കി വെക്കണം. അപ്പൊ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് യോഗ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ യോഗ ചെയ്യുന്നത് തോന്നിയ സമയത്തോ തോന്നിയ നേരത്തോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യാന്നൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, അപ്പൊ ഈ പഠിക്കുന്ന മക്കൾക്ക്, ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു യോഗ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചില സമയത്ത് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഉന്മേഷം ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു കോൺസെൻട്രേഷൻ കിട്ടായിക വരും അല്ലെ, ആ ഒരു പഠിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് പറ്റുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു യോഗ സഹായിക്കും അല്ലെ. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മൈൻഡ് എന്തെങ്കിലും ഡിസ്റ്റർബ് ആവുന്ന സമയത്ത് നല്ല കാം ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് കൂടുതൽ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോയിരുന്ന് നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതൊരു യോഗ തന്നെയാണ്, ഇതൊരു യോഗ പ്രാക്ടീസ് തന്നെയാണ്. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഓക്സിജനും, അല്ലെ, നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ യോഗാ ദിവസത്തിന്റെ പ്രാധാന്യം മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പൊ മിസ് വീണ്ടും വീണ്ടും പറയാണ്, ഇത് തോന്നിയ സമയത്തൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, ഇപ്പൊ മിസ്സുമാര് പറഞ്ഞു യോഗ നമുക്ക് ആരോഗ്യത്തിന് അത്രയും നല്ലതാണ്, മനസ്സിനും ശരീരത്തിനൊക്കെ അത്രയും നല്ലതാണ് എന്ന് പറഞ്ഞത് കേട്ടിട്ട് ഓടിപ്പോയി യൂട്യൂബിൽ നിങ്ങൾക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് എല്ലാ ക്ലാസ്സസും കിട്ടും. അപ്പോ യോഗ ക്ലാസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഓടിപ്പോയിട്ട് അമ്മ ഞാൻ യോഗ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഓരോ അഭ്യാസ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കരുത്. അത് നമ്മുടെ ആരോഗ്യത്തിന് ചിലപ്പോൾ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. പിന്നെ അതുകൂടാതെ തന്നെ വലിയ ആൾക്കാർ ചെയ്യുന്ന യോഗ കുറെ വേറെ സ്റ്റൈലായിരിക്കും, കുഞ്ഞു മക്കളാകുമ്പോൾ വേറെ കുറെ സ്റ്റൈലാണ്. അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു മക്കളാവുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു യോഗ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ വേണം മക്കൾ പ്രാക്ടീസ് ചെയ്യാൻ. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അത് നട്ടുച്ചയ്ക്കോ അതോ തോന്നിയ സമയത്ത് അങ്ങനെ ചെയ്യരുത്. രാവിലെ നേരത്തെ ഒക്കെ എഴുന്നേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നല്ല എഫക്റ്റീവ് ആവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു യോഗയൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കാനും പറ്റും, പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കാനും പറ്റും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കുക, അടിപൊളിയായിട്ട് ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതിനു മുന്നേ മിസ് വേറൊരു കാര്യം പറയാൻ മറന്നു. മിസ് പറഞ്ഞു തോന്നിയ സമയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം, പക്ഷെ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാട് വേഗം പോയിട്ട് യോഗ ചെയ്യുക, അങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്യരുത്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഓരോ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്കറിയാം, പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തോന്നും, പഠിക്കാൻ തോന്നുമ്പോൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്താ പഠിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷെ യോഗ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇപ്പൊ യോഗ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴും അങ്ങനെ പോയി ചെയ്യരുത്. ഇതിനുള്ള കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ എഫക്ട് ആവും. അപ്പൊ ഏറ്റവും നല്ലത് എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് യോഗ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു യോഗ അധ്യാപകന്റെ അടുത്ത്, യോഗ ഇൻസ്ട്രക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് കറക്റ്റ് ആയിട്ട് ക്ലാസ് ഒക്കെ ഫോളോ ചെയ്ത് യോഗ പഠിച്ച് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഓടിപ്പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നെഗറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുക. അപ്പൊ അത് എന്ത് ചെയ്യണം? എന്റെ കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കണം.